മനോരമയുടെ വോട്ട് കവല ചർച്ചയിൽ ആർഷോയും നമ്മുടെ മല്ലൻ പ്രശാന്ത് ശിവനും തമ്മിൽ പൊരിഞ്ഞാടി നിർത്തിയിട്ട് ആർഷോനോട് അറ്റ തളാണ് തല്ലിട്ട് ചെറുക്കൻ 10 മൈൽ അപ്പുറം പോയാ വീണത്. അപ്പൊ ആർഷോ വലിയ കാര്യത്തിൽ എടാ തന്റെ ഇടമൊക്കെ നീ BJP ഓഫീസിൽ എടുത്താൽ ഇവിടെ വന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞ് തീർന്നില്ല. ചർച്ച ഒന്ന് കാണാം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 10 സീറ്റ് തേച്ചു പിടിക്കി, എന്നിട്ട് നീ ഇവിടെ നിന്ന് വെല്ലുവിളിച്ചതെന്ന് നമ്മുടെ പ്രശാന്ത് മല്ലൻ പറയുമ്പോ സ്വാഭാവികമായിട്ടും ആർക്കായാലും കുരു പൊട്ടും. കാരണം ഭരിക്കുന്ന പാർട്ടിയോട് ഒരു 10 സീറ്റ് തേച്ചു പിടിക്കണ ഒരു മുനിസിപ്പാലിറ്റിയിൽ എന്നൊക്കെ പറയാൻ നേരത്തെ സ്വാഭാവികമായിട്ട് കുരു പൊട്ടും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മുടെ ആർഷോ മുതലാളി രംഗപ്രവേശനം ചെയ്യാണ്. കേൾക്ക്. എടോ പ്രശാന്ത്, തന്റെ ഗുണ്ടായുസൊക്കെ താൻ BJP ഓഫീസിൽ വെച്ചാൽ എന്ന് പറഞ്ഞ് തീർന്നേക്കായ്പ കിട്ടി വരണം. അല്ല, ഇവന്മാര് എന്ത് പ്രതിരോധിക്കുന്ന ഈ പറയണേ? ഈ ഒരു SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ പട്ടീനെ തല്ലുപോലെ അവിടെ ഇട്ട് തല്ലി താഴെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു BJPയുടെ പാർട്ടി ഓഫീസ് തല്ലി പൊളിച്ചാ, ഏതെങ്കിലും BJPയുടെ ഫ്ലക്സ് ബോർഡുകൾ കീറിയ, BJPയുടെ ഏതെങ്കിലും ഒരു കൊടിമരം തകർത്തോ? ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലണ്ടൻ സമയം ഇപ്പൊ ഏകദേശം 7:21. ഈ സമയം വരെ ലണ്ടനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ലണ്ടനിൽ ഇരുന്നിട്ട് ഇത് കാണുന്നത്. അപ്പൊ ഒരു പാവപ്പെട്ട ഒരു ചർച്ചയിൽ വന്നിട്ട് മനഃപൂർവ്വം വിളിച്ചു വരുത്തിട്ട് തല്ലിച്ച മാതിരി പാവപ്പെട്ട കാണിച്ച് കയറി വന്നത്. നാളെ സഖാക്കൾക്ക് BGM ഇട്ട് ആർഷോയുടെ തീപ്പൊരി പ്രസംഗം, തീപ്പൊരി പ്രശാന്ത് ശിവരെ അടിച്ചു നിലത്തിട്ടു എന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. ഒരു ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവരോ ബോധമില്ല. അത് ഈ മസിലും പെരുപ്പിച്ച് നെഞ്ചത്ത് ടാറ്റും വരച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ മന്ദബുദ്ധിയുടെയൊക്കെ അടുത്ത് പോയി ഈ വെല്ലുവിളിക്കാൻ നിൽക്കുമോ? കാരണം ഒറ്റ ബുദ്ധി അറിയാം, എപ്പോഴാ എന്താ ചെയ്യണത് പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ടവരുടെ അടുത്ത് പോയിട്ട് വെറുതെ തല്ലും വാങ്ങി വന്നിട്ട് എന്ത് പ്രതിരോധമാണ് സഹാക്കളെ നിങ്ങൾ നടത്തിയത്? പരസ്യമായിട്ടല്ലടാ, ചാനലിന്റെ മുമ്പിലിട്ടല്ലടാ തല്ലിയത്. നിങ്ങൾ കോൺഗ്രസുകാരുടെ ആണെങ്കിൽ ഏതോ ഒരു സംഭവത്തിന്റെ പേരിൽ ഉള്ള ഓഫീസുകൾ 100 ഓഫീസുകൾ കൊടിമരമൊക്കെ തല്ലി തകർത്തല്ലോടാ. ഒരു പാർട്ടിയുടെ തല്ലും പോലെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനെ, മുൻ സംസ്ഥാന പ്രസിഡന്റിനെ തല്ലിയിട്ട് ഏതെങ്കിലും ഒരുത്ത നാവിട്ട് അനക്കിയോടാ. ഊളകളെ, പേടിത്തൂറികളെ ഒരെണ്ണം മിണ്ടിയാ. പ്രശാന്ത് ശിവനെതിരെ ഒരു വാക്കുകൊണ്ട് സംസാരിച്ചോടാ. വിളിച്ചു വരുത്തി, ചാനലിൽ വിളിച്ചു വരുത്തിയിട്ട് ആ പാവപ്പെട്ടവരെ തല്ലി താഴെ ഇട്ടിട്ട് ഒരൊറ്റ പാർട്ടി സഹാക്കളൂടെ ഇവരെ പ്രതിരോധിക്കാനെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാൻ പറ്റും? ഉളുപ്പില്ലാതെ ആരെകളെ പോയി ചാവട. BJPക്കാരുടെ തല്ലും കൊണ്ടുകൊണ്ട് നടക്കാണ്. ഏറ്റവും പാച്ചി ചെത്ത പ്രതിരോധിക്കാൻ നടക്കണം. അതിന്റെ മോദിയുടെ മറ്റോടത്തി കൊണ്ടുപോയിട്ടല്ല നീയൊക്കെ കൂടെ തല വെച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ എങ്ങനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. അത്രേ ഉള്ളൂ നിന്റെയൊക്കെ സ്ഥാനം ഈ പാർട്ടിയിൽ. ഊത് പോയിരടാ അവിടുന്ന് പ്രതിരോധിക്കാൻ നടക്കണ ഊളകളെ. ഇത്ര മാത്രം അത് പതിച്ചു പോയല്ലോ. തല്ലുകൊണ്ട് നാശമായിട്ട് ചാനലിൽ നിന്നുകൊണ്ട് ഈ ചാനൽ കേരളം മുഴുവൻ കണ്ട് ഒരു പാവപ്പെട്ടവരുടെ തല്ലുകൾ. എന്നിട്ട് ഒരുത്തനും പ്രതിരോധിക്കാനില്ല. വിളിച്ചു വരുത്തി തല്ലിച്ചു വിട്ടല്ലോടാ. മനോരമക്കാരെ അതികളോട് ദൈവം ചോദിക്കണം, ദൈവം.